ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ്. അപ്പോൾ നീ റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വന്നിട്ട് ഇന്നത്തെ ദിവസം മാസ്കുലിൻ എനർജിയിലായിരിക്കും അവർ ഉണ്ടാവുക. അവർ ഫീമെയിൽ ആണെങ്കിലും മാസ്കുലിൻ എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക, ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജി. ഇവിടെ മകരരാശിയുടെ ആ ഒരു എനർജിയും കാപ്രിക്കോൺ രാശിയുടെ ആ ഒരു എനർജിയും പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ എന്താണോ ആക്ഷൻ എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവരുടെ എനർജിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുന്നത് അത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ചുമ്മാ ആവശ്യമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പറയത്തില്ല. ഇവർ നടപ്പിലാക്കി കാണിക്കും. ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കും എന്നുള്ള രീതിയിലുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവരുടെ എനർജിയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കംപ്ലീഷൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് മെസ്സേജ് കോൾസ് റിസീവ് ആകുന്നതാണ് ഇന്നത്തെ ദിവസം. ആർക്കെങ്കിലും ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന് കോണ്ടാക്ട് സിറ്റുവേഷനിലാകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ വിഷ് ഇവരുടെ ഡിസയർ എന്താണോ അതെല്ലാം നിങ്ങളോട് പറയുന്നതായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കൂടാതെ മനോഹരമായ സ്നേഹപൂർവ്വമുള്ള വാക്കുകൾ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുമെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള പല സംസാരങ്ങളും ഉണ്ടാകും. വളരെ എനർജറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് പൊസസീവ് ആകുന്നത്. ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രീം ലെവലിൽ പൊസസീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇത്രയും കാലം ഇവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നു. അതായത് ഇവർ നിങ്ങളോട് ഒരു ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങളിൽ നിന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ അങ്ങനെയല്ല. എന്ത് ഫീലിങ്സ് ആയാലും ഇമോഷൻസ് ആയാലും തുറന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുക, ഏതറ്റം വരെ നിങ്ങൾക്ക് വേണ്ടി പോവുക, ആ ഒരു എനർജിയിലാണുള്ളത്. ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താണോ അത് തുറന്ന് നിങ്ങളോട് പറയുന്നതാണ്. കൂടാതെ ഇവരുടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഇവർ ഫേസ് ചെയ്യുന്നത് അതും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവർ കൺഫ്യൂഷനിലല്ല ഉള്ളത്. ഇപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണോ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നിങ്ങളോട് ഇവർ പറയുന്നത്. ഇവിടെ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലോ അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലോ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് നിങ്ങളെ ഒന്നാക്കാൻ സമ്മതിക്കാതെ അതെല്ലാം കട്ട് ഓഫ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം കട്ട് ഓഫ് ചെയ്യുവാനായിട്ടുള്ള. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് പറയുന്നതാണ്. ഇവിടെ ഇവർ എന്ത് ഡിസിഷനാണോ എടുത്തേക്കുന്നത് അതിൽ ആക്ഷൻ ഉറപ്പായിട്ട് ഇവർ നടപ്പിലാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെ ഇനി ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഇവർ ഇവരുടെ പവറിൽ വന്നായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ ആർക്കും നിങ്ങളെ തമ്മിൽ തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയനിൽ വരുന്നതാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ എന്ത് എനർജിയാണോ പറയാൻ പോകുന്നത് അത് ഒരു ദിവസത്തെ എനർജിയാണ്, 24 മണിക്കൂറത്തെ എനർജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ റിലീസ് ആകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ നേരിൽ കാണാൻ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മെൻ്റലായിട്ടുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ആണോ അതെല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ലൈഫിൽ എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്ന് നിങ്ങളോട് ഇവർ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതാണ്. കൂടാതെ മെമ്മറീസ് ഓഫ് ലവ്, അതായത് ഇവരുടെ ഇമോഷൻസും ഫീലിങ്സും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫിസിക്കലി മെൻ്റലി ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടാവുന്നതായിട്ടും
കൂടാതെ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് അതും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ട് എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള എനർജിയിലാണ്. അതായത് ആൾക്കാർ, ഫാമിലി, അവരെ എങ്ങനെ എല്ലാവരെയും നേരെയാക്കിയിട്ട് ഞാൻ വിവാഹം കഴിക്കും, അങ്ങനെയൊക്കെ ആലോചിച്ച് ഓൾറെഡി ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടെ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും ക്രിയേറ്റ് ചെയ്യരുത്. ഇവരപ്പോൾ ഒത്തിരി സ്ട്രെസ്സിലാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച്. അതായത് ഇവരുടെ ഫാമിലി സമ്മതിക്കുന്നില്ല, സമൂഹം സമ്മതിക്കുന്നില്ല, ആൾക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഈ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വെറും 24 മണിക്കൂറത്തെ വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, മാർച്ച് മാസം നിങ്ങളിൽ പല ആൾക്കാർക്ക് എന്തോ വലിയൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ പല ആൾക്കാരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരികയാണ്. കൂടാതെ ഫാമിലി മാറ്റേഴ്സ് റീസോൾവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കുക, കൂടാതെ ബാലൻസിലിരിക്കുവാൻ ശ്രമിക്കുക എന്നും ഏഞ്ചൽസ് പറയുന്നു. കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യാൻ പോകരുത് നിങ്ങൾ. ചില ആൾക്കാർ ന്യൂ ജോബ്, ന്യൂ കരിയർ ഷിഫ്റ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, ഏഞ്ചൽസ് പറയുന്നു നിങ്ങൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഏഞ്ചൽസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. സമയമാകുമ്പോൾ അത് ഏഞ്ചൽസ് ഉറപ്പായിട്ടും പൂർത്തീകരിച്ച് തരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചില ആൾക്കാർ നെഗറ്റീവായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നു. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.